ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മൾ USSന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ബേസിക് സയൻസിലെ ചില ഷുവർ ഷോർട്ട് ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് അതിൻ്റെ ഉത്തരം നമ്മൾക്ക് അറിയുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വേഗത്തിൽ പഠിക്കുക. ഈ USS എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മൾ എഴുതുന്ന ആദ്യത്തെ അല്ലെങ്കിൽ LSS എഴുതിയവരാണെങ്കിൽ രണ്ടാമത്തെ ഒരു കോമ്പറ്റീഷൻ എക്സാം ആയിരിക്കും USS എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ വർഷം നേടിയെടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പം അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് എക്സാം വൈയുടെ ചാനൽ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം ഒന്ന് എടുത്തു നോക്കാം. താഴെ പറയുന്നവയിൽ ഏതിനാണ് ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ ഷേപ്പ് ആൻഡ് നോ വോള്യം? വ്യാപ്തവുമില്ല, അതേപോലെ തന്നെ ആകൃതിയും ഇല്ലാത്ത പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ, ദ്രവ്യം ഏതാണ്? ജലമുണ്ട് അഥവാ വാട്ടർ, ഐസ്, കാർബൺ, നൈട്രജൻ. ഇതിലേതിനാണ് മക്കളെ ഈ പറഞ്ഞ ആകൃതിയും ഇല്ല, ഷേപ്പും ഇല്ല, വോള്യവും ഇല്ലാത്തത്? നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാറ്റർ എന്ന് പറയുന്നത്, പദാർത്ഥം എന്ന് പറയുന്നത് മൂന്ന് അവസ്ഥയിലാണ് കാണപ്പെടുക. ഒന്നുകിൽ ഖരം സോളിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ദ്രാവകമായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് വാതക അവസ്ഥയിലായിരിക്കും അല്ലെ. ഇതിനൊക്കെ എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ ഓൾറെഡി നമുക്ക് അറിയുന്നതാണല്ലോ. എങ്കിൽ ഈ പറഞ്ഞതിൽ നമുക്ക് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വേഗത്തിൽ നോക്കാം. ഈ പറഞ്ഞതിൽ നമുക്കറിയാം, ഇത് മൂന്നാണെങ്കിലും സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ് ആവട്ടെ, മൂന്നിന് എന്തുണ്ട് മക്കളെ, മാസ് ഉണ്ട് കേട്ടോ. ഗ്യാസിന് മാസ് ഉണ്ട്, നമുക്ക് അളക്കാൻ പ്രയാസമാണെങ്കിലും ചെറിയ അളവിൽ അതിന് മാസ് ഉണ്ട്. അപ്പൊ മൂന്നും എന്താണ്, പദാർത്ഥമാണ്. നമുക്കറിയാം പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവണം, മാസ് നിർബന്ധമാണ്. ഓക്കെ, എന്നാൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോള്യം, വ്യാപ്തം നിർബന്ധമായിട്ടുള്ള ഒരാള്, സോളിഡിന് എന്തായാലും വ്യാപ്തം ഉണ്ടാകും. ഓക്കെ, ലിക്വിഡിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യാപ്തമുണ്ട് അല്ലെ. നമുക്കറിയാം 1 ലിറ്റർ വാട്ടർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അതിന്റെ വ്യാപ്തമാണ് പറയുന്നത്. എന്നാൽ ഗ്യാസിന് എന്ത് ചെയ്യാം മക്കളെ, ഡെഫിനിറ്റ് ആയിട്ടുള്ള വോള്യം ഉണ്ടോ? വോള്യം ഉണ്ട്, പക്ഷെ ഡെഫിനിറ്റ് നിശ്ചിതമായിട്ടുള്ള വ്യാപ്തം ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ ഗ്യാസ് ഉണ്ട് റിലീസ് ചെയ്തു. ഓക്കെ, ഓക്സിജൻ ഗ്യാസ്, അതിന് വ്യാപ്തം എത്രയും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഈ റൂമിന്റെ വലിപ്പം എത്രയാണോ അതായിരിക്കും ആ ഗ്യാസിന്റെ വ്യാപ്തം നമ്മൾ പറയേണ്ടി വരും. അപ്പൊ കറക്റ്റ് അല്ല, ഡെഫിനിറ്റ് അല്ല ഏത്, വാതകങ്ങളുടെ വ്യാപ്തം. ഇനിയോ നമ്മൾ അതിന്റെ ഷേപ്പ് നോക്കുക, സ്ഥിരമായ ആകൃതി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോളിഡിന് കറക്റ്റ് ആയിട്ടുള്ള ആകൃതി ഇല്ലേ? ഇത് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പദാർത്ഥം ആലോചിക്കുക, അതായത് ഒരു സോളിഡ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പുസ്തകം ഒരു സോളിഡ് അല്ലേ, അതിന് കൃത്യമായൊരു ഷേപ്പ് ഉണ്ട്. ലിക്വിഡിന് കൃത്യമായ ഷേപ്പ് ഉണ്ടോ? വെള്ളം ഇങ്ങനെ ഒഴിച്ചു നോക്കുക, കൃത്യമായ ഷേപ്പിലാണോ പോവുക? ഒരിക്കലുമല്ല. അപ്പൊ നമുക്കറിയാം എന്തില്ല, ലിക്വിഡിന് ഒരു പെർമനന്റ് ഷേപ്പ്, സ്ഥിരമായ ഒരു ആകൃതി ഇല്ല. ഗ്യാസിന് എന്തായാലും കറക്റ്റുള്ള ഒരു ആകൃതി നമുക്ക് ഒരിക്കലും കിട്ടൂല അല്ലെ. എയറിന്, വായുവിന് കൃത്യമായ ഒരു ആകൃതി ഉണ്ടോ? ഒരിക്കലില്ല. അപ്പൊ നമ്മളെ ചോദ്യത്തിന്റെ ഉത്തരമായി ആകൃതിയുമില്ല, ഷേപ്പുമില്ല, ഡെഫിനിറ്റ് വോള്യം, വ്യാപ്തവും ഇല്ലാത്ത ആളാരാണ്? അതൊരു വാതകം ആണ്, ഗ്യാസ് ആണ് എന്ന് നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദ്യത്തിന് ഉത്തരം ഏതാ? ഇതിലേതാണ് മക്കളെ ഗ്യാസ് ആയിട്ടുള്ളത്? ഒറ്റ ഒന്നേ ഉള്ളൂ. ഏതാണ്? നൈട്രജൻ അല്ലെ. ഇത് ലിക്വിഡ് ആണ്, ജലം വാട്ടർ ലിക്വിഡ് അല്ലേ. ഐസ് സോളിഡ് ആണ്. കാർബണും സോളിഡ് ആണ് കേട്ടോ. കാർബൺ സോളിഡ് രൂപത്തിലാണ്. നൈട്രജൻ മാത്രമാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളത്. ഗ്യാഷ്യസ് സ്റ്റേറ്റിന് എന്തില്ല മക്കളെ, ആകൃതിയും ഇല്ല, വ്യാപ്തവും ഇല്ല. ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് ഇവർ തമ്മിലുള്ള മറ്റു ചില വ്യത്യാസങ്ങൾ കൂടി നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് പറയുമ്പോണ്ടല്ലോ, സോളിഡ് എന്ന് പറഞ്ഞാൽ അതിലെ കണികകൾ വളരെ അടുത്തടുത്തായിരിക്കും. ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കണികകൾ തമ്മിൽ അല്പം അകലത്തിലാണ്. ഇപ്പം നമ്മൾ ജലം എടുത്തു കഴിഞ്ഞാൽ ജലയിലുള്ള വാട്ടറിന്റെ തന്മാത്രകൾ അല്ലെങ്കിൽ കണികകൾ വളരെ അല്പം അകലത്തിലാണ് ഉണ്ടാവുക. എന്നാൽ വാതകമാണെങ്കിലോ അതിന്റെ അകലം വളരെ കൂടുതൽ, കണികകൾ തമ്മിൽ വളരെ അകലത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസില്, കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? സോളിഡില്. കിട്ടിയല്ലോ? ഈ ചിത്രം മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എവിടെയാണ്? ഏറ്റവും അടുത്തിരിക്കുന്നവർ തമ്മിലല്ലേ ആകർഷണ ബലം ഉണ്ടാവുക. നമ്മളും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടും ഒപ്പമല്ലേ ഇരിക്കുക. എന്തുകൊണ്ടാ? നമ്മൾ അവരുമായിട്ട് ഭയങ്കര ആകർഷണ ബലം ഉണ്ട് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതൽ ഏറ്റവും അടുത്തിരിക്കുന്നവരായിരിക്കും, അപ്പോൾ സോളിഡ്. എന്നാൽ ആകർഷണ ബലം ഏറ്റവും കുറവോ അത് ഗ്യാസിനായിരിക്കും ഉണ്ടാവുക.
ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ, കണികകളുടെ ചലിക്കാനുള്ള വേഗം, ചലന വേഗം അല്ലെങ്കിൽ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം. ആലോചിച്ചോക്കടാ, ഇവർ വളരെ അടുത്താണ്, ഇവർക്ക് ചലിക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ? എന്നാൽ ഒരു വാതകം എടുത്ത് നോക്കിയേ, വാതകത്തിലെ തന്മാത്രകൾക്ക്, കണികകൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ബിരിയാണിയുടെ സ്മെല്ല് നമ്മൾ മൂക്കിലേക്ക് ഇങ്ങനെ എത്തൂലേ? എന്തേ കാരണം? അതിലെ വായുവിൽ അത് കൂടിക്കലർന്ന് എന്ത് ചെയ്യാണ്, അത് ചുറ്റുഭാഗത്തേക്കും കണികകൾ സഞ്ചരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ കണികകളുടെ ചലന വേഗത ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഗ്യാസിനാണ്. ഇനി എനർജി അഥവാ ഊർജം. എടാ, ചലിക്കുമ്പോൾ ഊർജം കൂടും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഊർജം ഏറ്റവും കുറവാണ്. എന്നാൽ സ്കൂൾ വിട്ടുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്ന സമയത്തോ മാക്സിമം എനർജിയാണ് അല്ലേ? അപ്പൊ ഏറ്റവും ചലന വേഗത കൂടുമ്പോഴാണ് എന്തും കൂടുക? ഈ പറഞ്ഞ ഊർജം കൂടുക. ചലിക്കുമ്പോഴുള്ള ഊർജം ഏതാ മക്കളെ? കൈനറ്റിക് എനർജി അല്ലേ? ആ കൈനറ്റിക് എനർജി എന്താ പറയാ, സ്ഥിതികോർജമുണ്ട്, ഗതികോർജമുണ്ട്. സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജിയാണ്, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ ഗതികോർജം, ചലിക്കുമ്പോഴുള്ള ഊർജം, അതെന്താണ്? കൈനറ്റിക് എനർജിയാണ്. അത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഗ്യാസിനാണ്. അപ്പൊ 3 കാര്യം ഗ്യാസിന് കൂടുതലാണ്. ഏതൊക്കെയാ? കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഗ്യാസിന് അല്ലെ? കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ. എന്നാൽ കണികകൾ തമ്മിലുള്ള ആകർഷണം അത് ഏറ്റവും കുറവാണ് കേട്ടോ. ഇനി കണികകൾ തമ്മിലുള്ള ചലന വേഗത, ചലിക്കാനുള്ള വേഗത ഏറ്റവും കൂടുതൽ വാതകത്തിന്. കണികകളുടെ ഊർജമോ എനർജിയോ ഏറ്റവും കൂടുതൽ ആർക്കാണ്? വാതകം. അപ്പൊ ഈ 3 ഞാനിവിടെ ആരോ മാർക്ക് ഇട്ടും ഈ 3 കാര്യവും ഈ പറഞ്ഞ ഗ്യാസിനാണ് ഏറ്റവും കൂടുതലെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് മാക്സിമം കൈനറ്റിക് എനർജി? ഇതിന്റെ മലയാളം ഞാൻ പറയാം. ഈ പറഞ്ഞ ഗതികോർജം ഏറ്റവും കൂടുതലുള്ളത് ഇതിലേതിലാണ്? നേരത്തെ അതിന്റെ ഉത്തരം കിട്ടിയിരുന്നു കേട്ടോ. ഗതികോർജം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയി കിട്ടും. ഐസാണോ, വാട്ടർ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അതല്ല കാർബൺ ആണോ? ഇതിൽ ആർക്കാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി മാക്സിമം ഉള്ളത് എന്ന് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനൽ ലഭ്യമാണ്. മുഴുവൻ നിങ്ങൾ കാണുക, കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ USSുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്